സൗദി അറേബ്യയിലെ പടിഞ്ഞാറൻ പ്രവിശ്യ നഗരമായ ജിദ്ദയിലെ സൗത്ത് കോർണിഷിൽ ചെങ്കടലിന്റെ തീരത്താണ് ഉപ്പ് തടാകം സ്ഥിതി ചെയ്യുന്നത്. ജിദ്ദയിൽ നിന്ന് ജിസാൻ റൂട്ടിൽ 70ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയും. ഉപ്പ് തടാകത്തിനും സമുദ്രത്തിനും ഏതാണ്ട് ഒരേ ഉയരമായതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയങ്ങളിൽ തടാകത്തിലും ജലനിരപ്പ് ഉയരാറുണ്ട്. ഇത് മാത്രമാണ് തടാകത്തിലെ ജലത്തിന്റെ സ്രോതസ്. തടാകത്തിന്റെ ചില ഭാഗങ്ങളിൽ വരമ്പ് പോലെ ഉപ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ 50 മീറ്ററോളം നമുക്ക് ഉള്ളിലേക്ക് നടന്നു പോകുവാൻ സാധിക്കും. അല്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിശൈത്യ നാടുകളിൽ വെള്ളം ഉറച്ച് മഞ്ഞുപാളികളായ ജലാശയങ്ങളുടെ പ്രതീതിയാണ് തോന്നിക്കുന്നത്. എന്നാൽ അടുത്തെത്തുമ്പോൾ മാത്രമാണ് വെള്ളത്തിന്റെ ചലനം നമുക്ക് കാണാൻ കഴിയുക. ആധുനിക യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പരമ്പരാഗത രീതിയിലാണ് ഉപ്പ് ശേഖരിക്കുന്നത്. തടാകത്തിലെ ആയം കുറഞ്ഞുള്ള ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഉപ്പ് സാൻഡ്വിച്ച് പാനലിലും ഉന്തുവണ്ടികളിലുമായി ലോഡ് ചെയ്താണ് കരയിലെത്തിക്കുന്നത്. കൂടുതൽ ഉപ്പ് സാൻഡ്വിച്ച് പാനലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ട് തന്നെ 2 പേർ ചേർന്നാണ് അതിൽ ശേഖരിക്കുന്നത്. തുടർന്ന് കരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെള്ളം കുറഞ്ഞ ഭാഗങ്ങളിൽ മുൻവശത്ത് നിന്ന് ഒരാൾ വലിക്കുകയും പിറകുവശത്ത് നിന്ന് മറ്റൊരാൾ തള്ളുകയും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ വംശജരായ തൊഴിലാളികളാണ് മിക്കവരും. കരയിൽ ചെറിയ ചരൽക്കല്ല് രൂപത്തിലുള്ള ഉപ്പുകൂനകളാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും വലിയ പാറക്കഷ്ണങ്ങൾ പോലുള്ള ഉപ്പുപാളികളുടെ ശേഖരണവും നമുക്ക് കാണാൻ കഴിയും. പൊതുവെ ഉപ്പിന് കയ്പ് രസമാണെങ്കിലും തൂവെള്ള നിറത്തിലുള്ള ഉപ്പുകൂനകൾ കാണുമ്പോൾ ആരും തന്നെ അറിയാതെ ഒരു കഷ്ണം അതിൽ നിന്നെടുത്ത് രുചിച്ചു നോക്കും. കരയിൽ ശേഖരിച്ച ഉപ്പുകൂനകൾ അധികം വൈകാതെ തന്നെ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കുന്നതും കാണാം. ഉപ്പ് ശേഖരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാക്കിംഗ് ജോലിയിലാണ് കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഉപ്പ് തടാകത്തിന്റെ തൊട്ടടുത്ത് തന്നെ അതിവിശാലമായ വൃത്തിയുള്ള ബീച്ചും ഉദ്യാനവുമുണ്ട്. ബീച്ചിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം കായികോപകരണങ്ങൾ സജ്ജീകരിച്ചതുകൊണ്ട് തന്നെ നഗരത്തിരക്കിൽ നിന്നും മാറി അവധി ദിവസങ്ങളിലെ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ പ്രദേശമാണിത്.